ഇന്ത്യൻ ജനാധിപത്യം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ ചോദ്യങ്ങൾ നേരിടുകയാണ്. EVMകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, നാമനിർദ്ദേശ പത്രികകൾ തള്ളപ്പെടുന്ന സംഭവങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇവയെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ തുടർച്ചയായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കെ കോടതി വിഷയം പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ വിജയിയെ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയരുന്നു. ഇത്തരം പരാതികളുമായി സുപ്രീം കോടതിയിലടക്കം ചെല്ലുമ്പോൾ ന്യായമായ പരിഗണന കോടതികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയരുകയാണ്. 2024 സൂറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരാളികളില്ലാതെ BJP സ്ഥാനാർത്ഥി വിജയിച്ചതും ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് BJPയിൽ ചേർന്നതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതേസമയം പശ്ചിമ ബംഗാളിൽ സർക്കാർ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഏകദേശം 4000 EVMകൾ കത്തിനശിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സാധാരണ അപകടമാണോ അതോ മനഃപൂർവ്വം നടത്തിയ നശീകരണമാണോ എന്ന ചോദ്യം ഉയരുന്നു. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായിട്ടില്ലെങ്കിലും സംഭവം രാജ്യവ്യാപകമായ സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ MLAമാർ BJPയിലേക്ക് പോകുന്നതും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. പദവിയോ സ്വാധീനമോ മറ്റ് പ്രലോഭനങ്ങളോ ഇതിന് പിന്നിലുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. EVMകൾ കത്തിനശിക്കുന്നത്, തെരഞ്ഞെടുപ്പ് സംബന്ധമായ പരാതികൾ, വോട്ടർ പട്ടിക വിവാദങ്ങൾ, നാമനിർദ്ദേശ തർക്കങ്ങൾ ഇതെല്ലാം കൂടിക്കാണുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകൂടവുമാണ്. സത്യം പുറത്തു വരേണ്ടത് സുതാര്യമായ അന്വേഷണങ്ങളിലൂടെയും നീതിപൂർവമായ നിയമ നടപടികളിലൂടെയുമാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ദേശീയ രാഷ്ട്രീയത്തിൽ കത്തിയാളുന്നുണ്ട്. ബംഗാളിൽ EVM സൂക്ഷിച്ച കെട്ടിടത്തിന് തീപിടിച്ച് 4000-ഓളം മെഷീനുകൾ കത്തി നശിച്ചിരിക്കുന്നു. 9 നിലകളുള്ള കെട്ടിടത്തിൽ സൂക്ഷിച്ച മെഷീനുകളാണ് കത്തിപ്പോയത്. സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. BJPയാണ് മെഷീനുകൾ കത്തിച്ചത് എന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കമ്മീഷൻ മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തു. തൗഫീഖ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ ചേരുന്നു. തൗഫീഖ്, എന്താണ് സംഭവിച്ചത്? നിഷാദ്, ഇന്ന് വൈകുന്നേരമാണ് EVMകൾ സൂക്ഷിച്ചിരുന്ന ഈ കെട്ടിടത്തിന് തീപിടുത്തമുണ്ടാകുന്നത്. 4000-ഓളം EVM മെഷീനുകൾ കത്തി നശിച്ചുവെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ബംഗാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കത്തിയത് 9 നിലകളിലായി സൂക്ഷിച്ചിരുന്ന EVM മെഷീനുകളാണ്. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കെട്ടിടമാണിത്, സ്കൂളാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഈ കെട്ടിടത്തിൽ പൂർണ്ണമായും തീപിടിക്കുകയും EVMകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഈ കെട്ടിടത്തിലാണ് EVM മെഷീനുകൾ സൂക്ഷിച്ചിരുന്നത്. ആ EVM മെഷീനുകളാണ് ഇപ്പോൾ കത്തി അമർന്നിരിക്കുന്നത്. 10 അസംബ്ലികൾ, അതായത് 10 നിയമസഭാ മണ്ഡലങ്ങളിലെ EVM മെഷീനുകളാണ് ഈ സ്കൂളിൽ, ഈ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ EVM മെഷീനുകൾ പൂർണ്ണമായും കത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനെതിരെ ഇപ്പോൾ TMC രംഗത്തെത്തിയിട്ടുണ്ട്. BJP മനഃപൂർവ്വം ഈ EVM മെഷീനുകൾക്ക് തീയിടുകയായിരുന്നു എന്നാണ് BJP ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായിട്ട് തന്നെയുള്ളൊരു അന്വേഷണം വേണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP നേതാക്കൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം ഇതുവരെയും മിണ്ടിയിട്ടുമില്ല. ഇതിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായിട്ട് ബംഗാൾ പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ EVMകൾ കത്തി നശിച്ചത് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ഏതെങ്കിലും നിലയ്ക്ക് സംശയത്തിലാക്കുന്ന ഒന്നാണോ? അങ്ങനെയെങ്കിൽ ആ ഘടകം എന്താണ്? അതുപോലെ തൗഫീഖ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കത്തി നശിച്ച EVMകൾ ഏത് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചതാണെന്ന് വിവരമുണ്ടോ? അജിംസ്, ഏത് മണ്ഡലങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല. 10 മണ്ഡലങ്ങളിലെ EVM മെഷീനുകളാണ് ഈ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. 24 പർഗാനസിലെ ആലിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കെട്ടിടമുള്ളത്. ആ കെട്ടിടത്തിലായിട്ടാണ് ഈ 4000-ഓളം EVM മെഷീനുകൾ സൂക്ഷിച്ചിരുന്നത്. ആ കെട്ടിടത്തിലുണ്ടായിരുന്ന മുഴുവൻ EVM മെഷീനുകളും കത്തി നശിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആ ദൃശ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ തീഗോളങ്ങളാണ് ആ കെട്ടിടത്തിൽ നിന്നും ഉയരുന്നത്. ആ കെട്ടിടത്തിൽ മറ്റു ചില സാധന സാമഗ്രികൾ കൂടി സൂക്ഷിച്ചിരുന്നതായിട്ട് കൂടി പോലീസ് പറയുന്നുണ്ട്. അതെന്താണെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. മെഷീനുകൾ പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു സംശയം കോൺഗ്രസിനോട്
ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് നടന്ന് വളരെ കുറച്ചാവുന്നേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെയാണ് വിവിധ മണ്ഡലങ്ങളിൽ ഉപയോഗിച്ച EVM മെഷീനുകൾ ഇത്തരത്തിൽ കത്തി നശിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങളിൽ എപ്പോഴും EVM-ന് ഒരു റോളുണ്ട് എന്ന് നമുക്കറിയാം. ഇത് മാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് ആവശ്യമുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കേസുകളൊക്കെ വരികയാണെങ്കിൽ ഹർജി നൽകാനുള്ള സമയം 45 ദിവസമാണ്. 45 ദിവസമാണ്. 40 ദിവസമായിട്ടില്ല. ഇല്ല, വളരെ ചെറിയ ദിവസങ്ങളല്ലേ, കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ. വളരെ പരിമിതമായ സമയം കഴിഞ്ഞാൽ പിന്നെ എല്ലാം നശിപ്പിച്ച് കളയാമെന്നുണ്ട്. CCTV ഫുട്ടേജ് പോലും. അങ്ങനെ വിചിത്രമായ നിയമങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ഇരിക്കെ നശിപ്പിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരും. അതാണ് സംശയം. 45 ദിവസത്തിനകത്ത് പരാതി കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ പരാതി കൊടുക്കാൻ കഴിയില്ല. കാരണം എല്ലാ എവിഡൻസും ഡിലീറ്റ് ചെയ്യാം എന്നാണ് വ്യവസ്ഥ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പ്രൈവസി എന്നാണ്. കാരണം അവർ ക്യൂ നിൽക്കുന്ന വീഡിയോസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന വിചിത്രമായ വിശദീകരണമുണ്ട്. സോ ഈ സമീപകാലത്ത് നാം കേട്ടത് കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലം രാജ്യത്ത് EVM-കളുമായി ബന്ധപ്പെട്ട സീരിയസ് ആയിട്ടുള്ള സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ അലിഗേഷൻസോ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു 4000-ഓളം EVM-കൾ ബംഗാളിൽ BJP വലിയ വിജയം നേടിയതിനു ശേഷം കത്തിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പം ചെറുതായിരിക്കില്ല എന്ന് വർദ്ധിക്കുന്നുണ്ട്.